ബാക്ക്. സോ നമ്മളിന്ന് നമ്മുടെ സ്റ്റോറേജിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കാൻ പോവാണ് നമ്മളിന്ന്. അപ്പോൾ നമുക്കെന്തായാലും ഇന്ന് വേണ്ടത് ഇഷ്ടംപോലെ വുഡാണ്, ഇഷ്ടംപോലെ ലെതറും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അതൊക്കെ മുമ്പ് തന്നെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ MLG കളിച്ചിടാം. ചമ്മി വെള്ളം ഒഴിച്ച് പക്ഷെ എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, എന്തായാലും നമ്മൾ MLG കറക്റ്റായിട്ടുണ്ട്. അങ്ങനെ ഈ വീഡിയോ ഒക്കെ പണിയായിരുന്നു, നിങ്ങൾ കഴിഞ്ഞ ദിവസം കാണാത്ത കണ്ടന്റ് പോലെ. ഓക്കെ, സംഭവം പിന്നെ ഇവിടെയാണ് നമ്മുടെ സ്റ്റോറേജ് ഉണ്ടാക്കുക. നമ്മൾ ഇവിടെയാണ് നമ്മുടെ എന്താ പറയുക ഗോൾ ഒക്കെ എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ ഉണ്ടോ? ഗ്യാദർ സ്മിത്തിങ് ടേബിൾ 2 ലെക്ടർ 2 മേക്ക് സ്റ്റേബിൾ ഫോർ ട്രേഡിങ്, പിന്നെ ട്രാൻസ്പോർട്ട് വില്ലേജസ് ടു ദ സ്റ്റേബിൾ 15. ഇതൊക്കെ സംഭവം ശരിക്കും പറഞ്ഞാൽ ഞാൻ മറ്റേ ട്രേഡിങ് ഹാൾ ഉണ്ടാക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ ഗോൾ ഉണ്ടാക്കിയിട്ട് കാണാം. ഗോൾ എന്തായാലും ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, എന്തായാലും ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കുറച്ച് പെട്ടിയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പെട്ടി തുറക്കാൻ പറ്റുമെന്ന് അറിയില്ല, തുറക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഇവിടുന്ന് പൊളിച്ചെടുത്തിട്ട് അതാ ഞാൻ പൊളിക്കണേ. ഈ ബ്ലോക്ക് ഓക്കെ, അത് പൊട്ടിച്ചിട്ടുണ്ട്, അതും പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഒരു സ്ലാബ് ഉണ്ടാക്കാം. സ്ലാബ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഇവിടെ സ്ലാബ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ സ്ലാബിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. സ്ലാബ് വേണ്ട, ഒന്നും വേണ്ട. ഇവിടെ ആ കുഴി ഉണ്ട്, പേടിക്കണ്ട. ആ ഓട്ട അതുപോലെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. അത് ഓട്ടയില്ലേ, ജസ്റ്റ് സ്ലാബിൻ്റെ ആവശ്യമില്ല, എന്നാലും പിന്നെ കുഴപ്പമില്ല. നമുക്കെന്തായാലും ഇവിടെയും പൊട്ടിക്കണം, അത് വേറെ കാര്യം. ഇതുപോലെ ഇത് രണ്ടും കൂടി പൊട്ടിക്കണം ഗൈസ്. ഇപ്പോൾ പുറത്ത് എൻ്റെ പട്ടിയുണ്ട്, അതാണ് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത്. നിങ്ങളത് വലിയ വിഷയമായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, അവനോട് പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഇതാക്കുക. ഓക്കെ, അവനോട് ഞാൻ ഇന്നത്തെ ചിക്കൻ അവന് വേണ്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ചിക്കൻ ഇന്നത്തെ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനിപ്പോൾ മിണ്ടായിരിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ബ്ലോക്ക് എടുക്കാം. ബ്ലോക്ക് എടുക്കണം. ഈ ബ്ലോക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്കെന്തായാലും ഈ ബ്ലോക്ക് അങ്ങോട്ട് കുറച്ച് സ്ലാബ് ഉണ്ടാക്കാം. സ്ലാബ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. പറ്റും ഗൈസ്, പറ്റും. ഓക്കെ, ഇത്ര മതി. പോയി അയ്യോ, ഇവിടെ ഇല്ല തുറക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് ഇവിടെ വേണം വയ്ക്കാൻ. നമുക്കതല്ലേ ഇനിയും കൂടി ഉണ്ടാക്കിക്കൊണ്ട് വരാം. ഞാനിപ്പോൾ എന്തിനാ അങ്ങോട്ട് പോയി? ഇവിടെ തന്നെ ഉണ്ടാക്കണേ. ഏതായിരുന്നു? ഇത്. ഒക്കെ എന്തായാലും നമുക്ക് ഉണ്ടാക്കിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ വെച്ചാൽ മാത്രം മതി. നിങ്ങളിപ്പോൾ വിചാരിക്കണ്ടാവും എനിക്കങ്ങനെ ഇത്രയും ഡീപ് സൈറ്റൊക്കെ കിട്ടിയത്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡയമണ്ട് മൈനിങ്ങിന് പോയതാണ് ഗൈസ്. പക്ഷേ ആകെ കിട്ടിയത് 3 ഡയമണ്ട്. എന്നിട്ട് ബാക്കി മൊത്തം ഇതായിരുന്നു, ഡീപ് സൈറ്റ് ആയിരുന്നു. എന്നിട്ട് ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ട് മറ്റേ സ്റ്റോൺ കട്ടറിൽ കൊണ്ടുപോയിട്ടിട്ട് ഞാനാണെങ്കിൽ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. രാത്രിയായി നമുക്ക് തുള്ളി അങ്ങോട്ട് പോയി കിടക്ക്. ഓക്കെ ഗൈസ്, നാളെ എന്തായാലും നമുക്കെല്ലാം പണി സെറ്റാക്കാം. വെച്ചപ്പോൾ എന്തായാലും രാവിലെ ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ മറ്റേ സാധനം ഉണ്ടായിരുന്നല്ലോ, ഇത്. ഓക്കെ, ഞാൻ ആക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, MLGക്ക് വേണ്ടിയിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. 3 ഇത് മതിയായിരിക്കും ചിലപ്പോൾ, ഇതൊക്കെ മതിയായിരിക്കും. പിന്നെ പറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് ലീവ്സൊക്കെ വെട്ടിക്കൊണ്ട് വരാനായിട്ട് ഞാൻ കുറച്ച് ഷീർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ MLG ചെയ്ത സ്ഥലം. അല്ലേ ക്രീപ്പർ പൊട്ട്. വെള്ളത്തിൽ നിന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. എന്തായാലും നമുക്കൊരു ട്രീ ഉള്ള സ്ഥലം കണ്ടുപിടിക്കാം. ഞാൻ അതിനങ്ങോട്ട് പോണേ, വില്ലേജിൽ തന്നെ ഉണ്ടല്ലോ ട്രീസ്. വിളിച്ചല്ലേ അത്, ഞാൻ പോയി. സോ ഗൈസ്, അപ്പോൾ എന്തായാലും കൂടി ഇതുവരെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക,
സബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ് ചെയ്യുക. പിന്നെ ബെല്ലൊക്കെ കൊണ്ടുവരുമ്പോൾ വെച്ചാൽ വീഡിയോസ് ഇതേപോലെ പടപടയെന്ന് വരുന്നതായിരിക്കും. ഇത് വളരാത്തത് വളരേണ്ടതാണല്ലോ. ഇവിടെ മൊത്തം പശുവിൻ്റെയും പട്ടീൻ്റെ ഒക്കെ ശല്യമാണ് ഗൈസ്. എൻ്റെ വീട്ടിൽ തന്നെ 2 പട്ടി അങ്ങനെ ഉണ്ട്. 2 പട്ടി തന്നെ ധാരാളം. ആ ട്രീ ഒക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. അയ്യോ അയ്യേ ശേ നടന്നില്ല പ്ലീസ്. കുഴപ്പമില്ല. ഇവനെ വെട്ടിക്കൊണ്ടിരിക്കാം. പക്ഷേ ഇവനെ വെട്ടിക്കൊണ്ട് പോകാം നമുക്ക്. തുള്ളി അടിച്ചു. തുള്ളാൻ പറ്റുള്ള എനിക്ക് പിന്നല്ലാതെ. എന്തായാലും നമുക്ക് മരമൊക്കെ വെട്ടിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഞാൻ എന്നോ ടൈം ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി ഇട്ട പട്ടിയാണ് ഗൈസ്. ഇപ്പോഴും അവൻ ടീസ്പൂൺ ആയില്ലായിരുന്നോ? ആ ടൈം ചെയ്തായിരുന്നല്ലേ. അപ്പം നമുക്ക് എന്തായാലും ഇവനെ എടുക്കാൻ കേട്ടോ. എന്തായാലും വളരും രണ്ട്. അയ്യോ എൻ്റെ ഫുഡ് കഴിച്ചു. പക്ഷേ ഒന്നും കുഴപ്പമില്ല, നമുക്ക് ഇവനെ എടുത്തുകൊണ്ട് പോവാം. എന്തായാലും നമുക്കൊരു പട്ടി ഉണ്ടല്ലോ. അപ്പം 2 പേരും മിണ്ടി മറിഞ്ഞൊക്കെ ഇരുന്നോളൂ. ഓക്കെ, എന്തായാലും നമുക്ക് മൊത്തം മരം വെട്ടിട്ട് കാണാം ഗൈസ്. ഗൈസ് ബിർച്ച് ലീവ്സ് അല്ലേ ഇത്? നോക്കട്ടെ അതിൻ്റെ മറ്റേ സാധനം ഷിയാസ് ഉണ്ടായിരുന്നല്ലോ എൻ്റെ. ഷിയാസും കൊണ്ടുവന്നിറങ്ങല്ലോ. അതേ ഇരിക്കണു. ഷിയാസും കൊണ്ടൊന്ന് വെട്ടി നോക്കട്ടെ ഞാൻ. അതൊക്കെ ബിർച്ച് ലീവ്സ്. പക്ഷെ ഇവിടെ ഉള്ളതോ ഓക്ക് ഗൈസ്. ഇവൻ ഇപ്പോഴും ചെറുതാണ്. പക്ഷേ ഞാനൊരുത്തിനെ അടിച്ചാണ്. അവനെപ്പോയി കൊന്നു. ഓക്കെ, എന്തായാലും നമുക്ക് മൊത്തം വെട്ടാം. നിങ്ങൾ വന്നേനി എനിക്ക് എവിടെ? നിങ്ങൾ വന്നേനെ എനിക്ക് തന്നെ വിശ്വാസമില്ല. ഇങ്ങോട്ട് വന്നേ വീട്ടിൽ പോകാൻ വന്നേ. അയ്യോ ഓക്കെ, വീട്ടിൽ പോവാം. ലാവപ്പുളി ചടല്ലേ വീട്ടിൽ ലാവപ്പുളി. ഓക്കെ എന്തായാലും നമ്മൾ നല്ലോണം വുഡ് 64 ലോഗ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത്ര മതിയാകുമായിരിക്കണം. കൈസ് വലുതായി. വലുതായി. വാ നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാ. നമ്മുടെ ചക്കനെ നമ്മൾ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. നമുക്ക് വേറെ ഒരുത്തനുണ്ട്. അവനെ കാണിച്ചിട്ട് കേട്ടോ. വേറൊരു പട്ടി ഉണ്ട് കേട്ടോ. അത് നോക്കി പട്ടിക്ക് ക്ഷാമം ഉണ്ടാവില്ല. 2 പേരും കൂടി ബ്രീഡ് അടിച്ചാൽ മതി. അവനെ ഞാൻ ആർമറൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ പോർട്ടലൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്യാമ്പ് ഫയറിൻ്റെ പുക എന്ത് ഇതിൽ കൂടെ പറഞ്ഞാൽ എനിക്കറിയില്ല. ഇവിടെ ഓട്ടമില്ല, എന്നാലും എന്തോ പറയുന്നുണ്ട്. ഓക്കെ, അതെന്തായാലും റീസ്പോൺസിബിലിറ്റി സെറ്റാക്കിയിട്ട് നമ്മുടെ അണ്ടർഗ്രൗണ്ട് ആയിട്ട് നമ്മൾ അവനെ കെട്ടിയിട്ടേക്കണം കണ്ടോ. ഓക്കെ, ഇന്ന് നമുക്ക് ആർമറൊക്കെ കൊടുക്കണം. പക്ഷേ ഇപ്പോൾ വേണ്ട. ഓക്കെ, നമുക്കെന്തായാലും നമ്മൾ പണി തുടങ്ങാം. ഞാനങ്ങനെ ഒരു സ്റ്റാക്കും കൊണ്ട് 1 2 3 4 സ്റ്റാക്ക് ലോഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മറ്റേ പ്ലാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് 5 ബിർച്ച് ലോഗ് കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ 20 ആക്കിയിട്ടുണ്ടായിരുന്നു. 5 ഓക്കെ, നമുക്ക് എന്തായാലും കിടന്നോക്കിയാലോ. തണ്ടർസ്റ്റോം ആയിരുന്നു കേട്ടോ. ഓ ഗൈസ്, നമ്മളങ്ങനെ 201 ദിവസങ്ങൾ നമ്മൾ കടന്നിരിക്കുന്നത് കാണിച്ചു തരാം. ഉണ്ടോ മണ്ടയ്ക്ക് നോക്കും. 201. ഓക്കെ, നമുക്കെന്തായാലും പെട്ടി ക്രാഫ്റ്റ് ചെയ്യാം. എത്ര പറ്റുമോ അത്രയും ക്രാഫ്റ്റ് ചെയ്യാം. ഇപ്പം എത്രയുണ്ട്? 1 2 3 4 5 6 7 8 9 10. ഗൈസ് ഒരു കാര്യമുണ്ട് കേട്ടോ. ലാർജസ്റ്റ് പോലെ ആക്കാൻ പറ്റുമോ എനിക്ക് സംശയം. കുഴപ്പമില്ല. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. ഇപ്പം 20 ഉണ്ടാക്കണം ഗൈസ്. മണ്ടയ്ക്കും വയ്ക്കണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് 20 ഉണ്ടാക്കിയിട്ട് വേണം ഗൈസ്. സോ ഗൈസ്, നമ്മളങ്ങനെ 20 ഉണ്ടാക്കിയിട്ടുണ്ട്. 20 ഉണ്ടാക്കി ഇതിങ്ങനെ എടുത്ത് വയ്ക്കാം. അയ്യോ
ഇത് കുറച്ച് പണിയാണുള്ളൂ. ഒരു കാര്യം ചെയ്യാൻ പറ്റും, എനിക്കൊരു ഐഡിയ ഉണ്ട്. അതങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവും? പക്ഷേ കിട്ടിയില്ല, അത് കിട്ടിയില്ല. എനിക്കൊരു ഐഡിയ ഉണ്ട് ഗൈസ്. നമുക്ക് ആദ്യം മണ്ടയ്ക്ക് വയ്ക്കാം. മണ്ടയ്ക്കലത്തെ ആദ്യം വയ്ക്കാം. വറക്കാവുന്ന ഭയങ്കര ഇഷ്ടം ദൈവത്തിനറിയാം. സുധീറിനെ കാത്തോണ്ട് ഒക്കെ നമുക്ക് എന്തായാലും ഒരു ട്രാപ്പ് ഡോർ എടുത്തുകൊണ്ട് വരാം. ട്രാപ്പ് ഡോറിൻ്റെ ആവശ്യമുണ്ട്. കാണിച്ചു തരാം. ബുദ്ധിയുണ്ട് കാണിച്ചു തരാം. ട്രാപ്പ് ഡോർ എടുത്തിട്ട് ചെസ്റ്റിൽ ട്രാപ്പ് ഡോർ വയ്ക്കാൻ പറ്റില്ലേ? അത് ശരി, ഒരു ഗസ്റ്റിൽ സെറ്റാക്കിയിട്ടാണ് കേട്ടോ. നമ്മളങ്ങനെ നമ്മുടെ എല്ലാം ചെസ്റ്റ് നമ്മളിവിടെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമുക്ക് ഐറ്റം ഫ്രെയിം ഉണ്ടാക്കാം. അതൊക്കെ മുമ്പൊരു കാര്യം ചെയ്യണ്ടാവണം. തീറ്റ കൊടുക്കട്ടെ. അതുണ്ട്. ഓക്കെ പൈസ നമ്മുടെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചില്ലല്ലോ. ഇവിടെ വയ്ക്കാൻ പറഞ്ഞു ഗൈസ്. ഇവിടെ നേഴ്സായിട്ടൊന്ന് കുഞ്ഞിരുന്നിട്ട് അയ്യോ ശരിയായില്ല. ഇതെന്തായാലും ഒന്ന് ഓണി വെക്കണം, ഉറപ്പാ. നമുക്ക് മൊത്തം വെച്ചിട്ട് കാണാം ഗൈസ്. അങ്ങനെ എന്നിട്ട് വയ്ക്കാൻ പറ്റുമോ? പറ്റും. അയ്യോ പിന്നല്ലാതെ ദൈവത്തിൻ്റെ അടുത്ത് കളി. അയ്യോ ദൈവം ചത്തു. ശരി ദൈവം ചത്തു. ദൈവത്തിൻ്റെ കളി മാറി. ഓക്കെ ഇനി ഇത് മണ്ടയ്ക്ക് ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ അതെ. അത് ശരിയായില്ല. ഇതിലൊക്കെ ശരിയാക്കാം. ഇപ്പം നമ്മൾ ശരിക്കും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഉള്ള എല്ലാം വെച്ചിട്ട് നമുക്ക് ഐറ്റം ഫ്രെയിം മൊത്തം ഉണ്ടാക്കാം. ഇപ്പം എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 ഉണ്ടാക്കണം ഗൈസ് ഐറ്റം ഫ്രെയിം. നമുക്കിപ്പോൾ 23 ലെതർ ഉണ്ട്. നമുക്കെന്തല്ല ഇപ്പോൾ അതുകൊണ്ട് മൊത്തം നമുക്ക് ഐറ്റം ഫ്രെയിം ഉണ്ടാക്കാം. നമ്മളങ്ങനെ ഐറ്റം ഫ്രെയിമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് വേണ്ട മുകളിൽ വയ്ക്കാം. നമുക്കിതെല്ലാം ഒന്ന് സോർട്ട് ചെയ്തിട്ട് കാണാം ഗൈസ്. എല്ലാം ഓക്കെ ഗൈസ്, ഞാനങ്ങനെ എല്ലാത്തിനും നെയിം ചെയ്തിട്ടുണ്ട്. ഇവിടെ ടൂൾസ്, ഇവിടെ എൻ്റെ മറ്റേ ഹെൽത്ത് കയറുന്ന ഡയമണ്ട് പിക്കാസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ടൂൾസൊക്കെ വയ്ക്കാം. ഇത് നമ്മുടെ ലീവ്സ്, ഇത് നമ്മുടെ നേച്ചറായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും വെക്കുന്നത്. പിന്നെ ഇത് ഈ ഡെർട്ട് കണ്ടില്ലേ, ഇത് മൈൻഡായിട്ട് കിട്ടുന്നതും വെറുതെ ഇങ്ങനെ വേസ്റ്റായിട്ട് കിട്ടുന്ന ബ്ലോക്സൊക്കെ ടെമ്പററി ബ്ലോക്കായിട്ടൊക്കെ കിട്ടുന്ന ബ്ലോക്സൊക്കെ വെക്കുന്നത്. ഇവിടെ നമ്മൾ എൻചാൻറ്റ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ കിട്ടുന്നത്. നമ്മൾ ബുക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ കമ്പോസ്റ്ററാണ് വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ ഫാമിൽ ഒക്കെ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളാണിത്. ഇവിടെ ഞാൻ നൈറ്റ് വിഷൻ്റെ ഒരു ബോട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉണ്ടാക്കാൻ അത്ര പാടൊന്നും ഉണ്ടായിരുന്നില്ല. നെതർ വാർട്ടും ബ്ലേസ് വാട്ടറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിലാണ് നമ്മുടെ പോർഷൻസൊക്കെ എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാം ഒന്ന് സോർട്ട് ചെയ്തിട്ട് കാണാം ഗൈസ്. പിന്നെ ഗൈസ് ഈ ടൂൾസിനോടെ ബോയും ഉണ്ടാവും. ബോയിങ് സ്റ്റാൻഡും കൂടി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ഇതിൻ്റെ പണിയെല്ലാം തീർന്നിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റോറേജ് ഇത്രയും പോരാ കേട്ടോ. നമ്മൾ ഈ ഒരു ഗെയിം മൊത്തം തീർക്കാൻ നിർത്തും. എന്നാൽ നമ്മൾ എൻ്റർ ഡ്രാഗനെ കൊന്നും വിതറിനെ കൊന്നും വാറിനൊക്കെ കൊന്നാലും ഗെയിം തീർക്കത്തില്ല. ഒരു മാക്സിമം ഒരു 100 അല്ലെങ്കിൽ 200 എപ്പിസോഡൊക്കെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. അത് എൻ്റെ ഒരു ഇതാണ്. ഓക്കെ നമ്മളെ സ്റ്റോറേജ് ഇത്ര പോരാ. നമുക്ക് അത്രയും ഒക്കെ പോകണമെങ്കിൽ തന്നെ കുറേ സ്റ്റോറേജിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ പൊട്ടാറായ ഡയമണ്ട് പിക്കാക്സ് വെച്ചിട്ടാണ് ഞാൻ ടൂൾസ് വെച്ചിരുന്നത്. ഇവിടെ താണ്ട് ഇത്ര ഞാൻ വെച്ചിട്ടുണ്ട്. നേച്ചറായിട്ട് ബന്ധപ്പെട്ടത് നമ്മുടെ നെതറിലെ നേച്ചർ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒബ്സിഡിയൻ നമുക്ക് നേച്ചറായിട്ട് ഉണ്ടാക്കാൻ പറ്റും, വെള്ളം ലാവ ഒഴിച്ചിട്ട്.
അതുകൊണ്ടാണ് ഞാൻ ആദ്യം വെച്ചേക്കണം അവിടെ. ബ്ലോക്സ് നമുക്ക് എന്ത് ബ്ലോക്സ് ആയാലും അതുപോലത്തെ സാധനങ്ങളായാലും നമുക്ക് വേറെ എന്താ സോർട്ടിങ് ഇല്ലാത്ത കാരണമാണ് ഞാൻ ഇതുപോലെ വെച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടോ, ഇതിപ്പോൾ ഇവിടെയും തീരാറായിട്ടുണ്ടോ ഇതിൻ്റെ കണ്ടോ, മുകളിലത്തെ പെട്ടിയും തീർന്നു. മുകളിലത്തെ പെട്ടിയും കൃത്യമായിട്ട് തീർന്നു കേസ്. അപ്പോൾ എന്തായാലും സ്റ്റോറേജ് ഇതെടുത്ത് മാറ്റിയിട്ട് നമുക്ക് പറ്റുവാണെങ്കിൽ വേറെ സ്റ്റോറേജ് വലിയത് വേറെ സ്ഥലത്ത് ഉണ്ടാക്കാം കേസ്. ഓക്കെ, ഇനി അടുത്തത് മറ്റേ എൻചാൻറ്റിങ്ങിൻ്റെ ഒക്കെ ഇത് വന്നിട്ട് ഞാൻ ക്ലോക്ക് എടുത്തോടെ വെച്ചാൽ അറിയില്ല എന്താണ് അവിടെ വെച്ചേക്കുന്നത്. ഇവിടെയാണ് അവിടെ മാപ്പുള്ളത്. ഇത് ഞാൻ എന്താണ് മാപ്പ് ആദ്യം ഉണ്ടാക്കിയതാണ്. ഇതിൽ കാണുന്ന കുഞ്ഞ് എന്താ പറയുക വലിയ ഒരു കറുത്ത വീടാണുള്ളത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞ് കറുത്ത വീടാണ് നമ്മുടെ എന്താ പറയുക ഇപ്പോഴത്തെ വീട്. അതിൻ്റെ തൊട്ടടുത്തുള്ള വെള്ള കളർ സ്ഥലം കണ്ടില്ലേ, വെള്ള കളർ ഡോട്ട്, അവിടെയാണ് വലിയൊരു ഡോട്ട് കണ്ടില്ലേ, അവിടെയാണ് നമ്മുടെ ഷീപ്പ് ഫാം. തൊട്ടപ്പുറത്തുള്ള ഡെർട്ടും ഇതുള്ളതാണ് നമ്മുടെ എന്താ പറയുക ഈ ഒരു വീട്ട് ഫാം. ഓക്കെ, നമ്മളങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അയ്യോ ഡോറായിരുന്നോ? ആ കോപ്പർ ഡോറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആ ഡോറ് സ്റ്റാച്ചു ആയിട്ടുണ്ടോ, അതുകൊണ്ട് എന്തായാലും ഞാൻ ആക്സ് എടുക്കട്ടെ. ആക്സ് എടുത്ത് വെട്ടിയാൽ മതി അതിലോട്ട്. ആക്സ് എടുത്തിട്ട് ഓ അങ്ങനെയല്ല ക്രൗച്ച് ചെയ്തിട്ട് വെട്ടണമല്ലേ. ഇതെന്ത് ഇങ്ങനെയൊക്കെ ഇപ്പോഴാണ് ശരിയായത്. ഇപ്പം എന്തായാലും നമ്മളതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ മൊത്തം സെറ്റാണ്. എന്തോ അന്തരീക്ഷം ശരിയല്ലല്ലോ. നോക്കൊന്ന് കടന്നോട്ടോ വരാൻ കേട്ടോ. എന്താ അന്തരീക്ഷം ഇങ്ങനെ ഇരിക്കണത്? അങ്ങോട്ട് താഴോട്ട് നോക്കുമ്പോൾ കണ്ടോട്ടോ വെളിച്ചം, മുകളിലോട്ട് പോകുമ്പോഴത്തോറും ഭയങ്കര ഡാർക്കൊക്കെ ഉണ്ടാവും. ഈ അന്തരീക്ഷം ശരിയല്ല കേട്ടോ. നമ്മുടെ ഈ പട്ടിക്കുട്ടനോട് ഉണ്ട്. ഇവൻ എന്തായാലും ഒരു പേര് എന്തായാലും ഇടണം. നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഗ്യാസ്റ്റിനും നമ്മുടെ പേരൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ വേറെ പട്ടി ഉണ്ടല്ലോ നമുക്ക്, ഏതായിരുന്നു ഇവനും നിങ്ങളൊരു പേര് കമൻറ്റ് ചെയ്യണം. ഇത് അവനിറങ്ങാനല്ല, ഇതെൻ്റെ ഫ്രണ്ട് ചിലപ്പോഴൊക്കെ ഈ വേൾഡിൽ എന്നെ ഗ്രൈൻഡ് ചെയ്യാനായിട്ട് സഹായിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അവനെ സ്പോണാനായിട്ടാണ് വെച്ചത്. അപ്പോൾ ഇവിടെയാണ് കേസ്. ഇപ്പോഴത്തെ നമ്മൾ കണ്ട കേസ് ഇവിടെ 213 ദിവസം നമ്മളിവിടെ കളിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സ്റ്റോറേജിൻ്റെ പണി തീർത്തിട്ടുണ്ട്. ഇവിടെ ആയിരുന്നു നമ്മുടെ എന്താ പറയുക എൻ്റെ സാധനം. ഇതാ നമ്മൾ ഇത് ഇന്ന് ഗോൾ നമ്മൾ ചെയ്തിട്ടൊന്നുമില്ല, എന്തായാലും നമുക്ക് ഇവിടെ വെച്ചേക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഈ ഒരു വീട് അത്ര കുഴപ്പമില്ല കേട്ടോ. ഈ വീട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കണ്ടോ അന്തരീക്ഷം കണ്ടോ നിങ്ങൾ? കൊണ്ടോ രാത്രി ആയിട്ടിരിക്കണം. സ്റ്റാർട്ട് ആക്കുമ്പോൾ കുഴപ്പമില്ല കണ്ടോ. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മളവിടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് 17 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ സംഭവം ശരിക്കും പറഞ്ഞാൽ ഇത് 4 മണിക്കൂറും കണ്ടെടുത്തു. ഇഷ്ടം പോലെ സാധനങ്ങൾ എനിക്കുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഈ പെട്ടി മൊത്തം ഞാൻ എടുത്തുകൊണ്ട് വന്ന് വെച്ചു. ഒരു കാര്യം പറയട്ടെ, ഇതിപ്പോൾ എത്ര പെട്ടിയുണ്ട്? 1 2 3 4 5 അങ്ങനെയാണ് 3 4 ലാർജ് ചെസ്റ്റും പിന്നെ എന്താ പറയുക ഈ 2 ചെറുത് 5 ലാർജ് ചെസ്റ്റ് ഉണ്ട്. അതിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ എന്താ പെട്ടി മൊത്തം വെച്ചപ്പോൾ ഇത്രേ എക്സ്റ്റെൻഡായി. അതെങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല. തേങ്ങ കരണില്ലല്ലോ. കണ്ടോ അതെങ്ങനെയാണ്? പിന്നെ ഇവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും അത് ഇത്രയും നിറഞ്ഞു ഫുള്ളായി. ഇത് TNT ഒക്കെ ഉണ്ട്. TNT പൊട്ടിച്ച് നമുക്ക് കളയാം. ഒന്ന് ഇറങ്ങട്ടെ, ഞാൻ ഒന്ന് ഇറങ്ങിയിട്ട് പോകുന്നുണ്ടോ ഗൈസ്. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് TNT ഇട്ട് പൊട്ടിക്കാം. നമ്മുടെ വെപ്പൺസിൽ നിന്ന് നമുക്ക് ഉണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ഇതുപോലെ സെറ്റാക്കി വെച്ചത് കാരണം എനിക്കെല്ലാം ചെയ്യാൻ പറ്റണുണ്ട് കേട്ടോ. നമുക്ക് ഈ TNT എന്തായാലും ഒരു രസത്തിനിട്ട് പൊട്ടിക്കാം. ഇവിടെ പൊട്ടിക്കണില്ല ഞാൻ, അപ്പോൾ പൊട്ടിച്ചെല്ലാം തരും. ഇപ്പോഴും എന്താ ഇങ്ങനെ ഡാർക്കായിട്ടിരിക്കണേ? ഇത് രാവിലെയാണല്ലോ. കണ്ട സൂര്യനിലോട്ട് നോക്കുമ്പോൾ ഡാർക്കായിട്ടിരിക്കുന്നു. സൂര്യനിലേത്ത സ്ഥലത്തോട്ട് നോക്കുമ്പോൾ ഡാർക്കാണല്ലോ. സൂര്യനിലോട്ട് നോക്കുമ്പോൾ ഡാർക്ക്. ഞാനിവിടെ എൻ്റെ സ്പോൺ പോയിന്റിലോട്ട് വന്നിട്ടുണ്ട്.
ഇത് നോക്കി എൻ്റെ വീട് കണ്ടോ, അവിടെ ഒരു കൂടാരത്തിൻ്റെ മുകളിൽ ഒരു പോർട്ടല്ല, അതാ കണ്ട പൊളിയല്ലേ. നമുക്ക് എന്തായാലും കുറച്ച് വയലൻസ് ഒക്കെ കൂട്ടാം. 2 3 1 2 3 4. അപ്പോൾ ഇത് 7 എണ്ണമായിട്ടുണ്ട്. 1 2. ഒരു മിനിറ്റ്, ഞാനേ ഇവിടെ മറ്റേ സാധനം കൊണ്ടുവരട്ടെ കേട്ടോ, മറ്റേ റെഡ് സ്റ്റോണും ലിവറും കൊണ്ടുവരാം ഞാൻ. എൻ്റെ കയ്യിൽ ഇത്ര റെഡ് സ്റ്റോൺ ഉണ്ട്, 56 റെഡ് സ്റ്റോണൊക്കെ ഉണ്ട്. എന്തെന്ന് വെച്ചാൽ എനിക്കറിയില്ല. നമുക്ക് പോയിട്ട് നമുക്ക് പൊട്ടിക്കാം കേട്ടോ. എല്ലാം കണക്റ്റ് ആയിട്ടുണ്ട്, ഇവിടെയും കണക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് കുറച്ച് നമ്മൾ കണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഇനി നമുക്ക് പൊട്ടിക്കാം. റെഡി, 1 2 3 ഗോ. പൊട്ടി 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 പൊട്ടിയില്ലേ? ഇത് പൊട്ടത്തെ, ഇത് പൊട്ടത്തെ. അയ്യോ, റെഡ്സും കൊടുത്തില്ല. അയ്യോ 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 അയ്യോ, എൻ്റെ അയ്യോ. ഗ്യാസ് പൊളിച്ചിട്ടോ, ഇത്രയും ദൂരത്തോട്ട് മാറ്റിച്ചാൽ നന്നായി. റെഡ് സ്റ്റോൺ മൊത്തം പോയി. എന്താണ്, റെഡ് സ്റ്റോൺ പൊട്ടിത്തെറിച്ച് ഡിലീറ്റ് ആക്കി കളഞ്ഞു. ഓക്കെ, റെഡ് സ്റ്റോൺ ഡിലീറ്റ് ആക്കി, ഗെയിം ഡിലീറ്റ് ആക്കി, ഡിലീറ്റ് ആക്കി കളഞ്ഞു. ഇതെല്ലാം കുഴപ്പമില്ല, നമുക്ക് ബാക്കി റെഡ് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മുടെ ഹാപ്പിനെസ് കൊണ്ടാണ് നമ്മളിപ്പോൾ റെഡ് സ്റ്റോൺ ഇട്ട് പൊട്ടിച്ചത്. ഇവിടെ അടുത്ത് എന്തൊക്കെയുണ്ട് നമുക്ക് പിന്നെ ട്രേഡിങ് ഹാളുള്ളതാണ്. ഇപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ എന്താ റെഡി നോക്കട്ടെ. ഹേബല് ഇതെന്ത് സാധനം ഇത്? ഡാർക്ക് ഓക്കലോക 8 എണ്ണ ഒരു എമറാൾഡിനാ. എമറാൾഡ് സെറ്റ് ആവട്ടെ, അപ്പം കാണിച്ചു കഴിഞ്ഞ് അവിടെ ട്രേഡിങ് ഹാളിലൊക്കെ പോയിട്ട് പൊളിയായിരിക്കും. ഓക്കെ ഗൈസ്, എന്താണ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പാക്കാറായിട്ടുണ്ട്. സോ ഗൈസ്, ഇവിടെ ഇന്ന് നമുക്ക് ഉണ്ടായിരുന്ന എല്ലാം ഗോളല്ല. എൻ്റെ ആർമർ എന്തി? ആർമർ ഞാൻ പെട്ടിക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാനുള്ള എല്ലാം ഗോൾ നമ്മൾ തീർന്നിട്ടുണ്ട്. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.